ഫ്രണ്ട്സ്, സീറോ സസ്പെൻഷൻ ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. ഈ റീഡിംഗ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് കളയുക. ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഇന്നത്തെ റീഡിംഗ് കാർഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്ന ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ അവരുടെ എനർജി എന്താണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, കാർഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, കാർഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, okay, 5 of Wands, Queen of Pentacles, the Tower, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു കാര്യം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫാമിലീസൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം മാറണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒന്നുകൂടെ തുടങ്ങണം, അല്ലെങ്കിൽ ആദ്യം മുതൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഇവർ കരുതുന്നത് നിങ്ങൾക്ക് വളരെയധികം അഫെക്ഷനും സ്നേഹവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതായത് എത്രയെല്ലാം നിങ്ങളെ എന്തെല്ലാം പറഞ്ഞാലും അല്ലെങ്കിൽ ദ്രോഹിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാണിച്ചാലും നിങ്ങൾ കുറേയൊക്കെ സഹിക്കുകയും അല്ലെങ്കിൽ ക്ഷമിക്കുകയും ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഒരു മദറിനെ പോലെ അവർക്ക് നിങ്ങളെ തോന്നുന്നുണ്ട്. അതായത് ഒരു മദറിൻ്റെ സ്നേഹം പോലെ ഒക്കെ നിങ്ങളുടെ സ്നേഹത്തെ അവർ കരുതുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അവരിപ്പോൾ മെമ്മറീസിലാണ്, പഴയ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല നല്ല മൊമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് ഇവർ വിട്ടുപോയിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഇതുവരെയും മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അവർക്ക് വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളിലേക്ക് തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവർ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്തൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു സന്തോഷം തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുമായിട്ട് എബ്രോഡ് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പുറത്തല്ലെങ്കിൽ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് സ്വോർഡ്സാണ് വന്നേക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ബർഡൻസ് അവരുടെ ലൈഫിലുണ്ടെങ്കിൽ, പലവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ജോലി തിരക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ട് സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് വാൺസ്. ഇവിടുത്തെ ഫെമിനൻ എനർജി വളരെ ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ടും അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടൊക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവർ ലൈഫിലില്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, നിങ്ങൾ എങ്ങനെയും ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നല്ലൊരു ലൈഫൊക്കെ കിട്ടും, അതിനുള്ളൊരു എബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഇവർ കാണുന്നുണ്ട്. ഏതൊരു സമയത്തിലെ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്തു പോകാൻ കേപ്പബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് കരുതുന്നത് ഇവർ.
അവർക്കതൊക്കെ ഓർക്കുമ്പം ഉറങ്ങാൻ കഴിയുന്നില്ല. അവർക്ക് നൈറ്റ് മെയർ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്വപ്നം കണ്ട് രാത്രിയിൽ ഉണരുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ആണെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം വിഷമങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നത്. ദി മൂൺ എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. അതായത് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെയൊക്കെ കൂടെ ഉള്ളപ്പോൾ അവർ വളരെയധികം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കങ്ങനെ തോന്നുമെങ്കിലും ഇവർ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ വളരെ സാഡായിട്ട് അവരുടെ ഫീലിങ്സ് പെട്ടെന്ന് മാറി വേറൊരു ഫീലിങ്സിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിലില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുറവ് അവർക്ക് വളരെയധികം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നേക്കുന്നത് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെക്കാൾ കുറച്ചുകൂടി സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കും ഇവർ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെക്കാൾ കുറച്ചുകൂടി സാമ്പത്തികമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ് അല്ലെങ്കിൽ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരേ ലെവലിലുള്ള ചിലപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഒരാൾ ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഒരാൾ ഒരു അപ്പർ ക്ലാസ് ഫാമിലി ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്ക്, അവരുടെ ഫാദറിന്, മദറിന് ഒക്കെ ഇവർ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ കുറച്ച് ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.